തസവ്വജഹാ ലിമാലിഹാ, വാപ്പാക്ക് സമ്പത്തുണ്ട്, വാപ്പ മരിച്ചാൽ പിന്നെ പെണ്ണിനാണത് കിട്ടാൻ പോകുന്നത്, അതിന്റെ അവകാശി ഞാനും കൂടെയാണതുകൊണ്ട് സമ്പത്ത് വേണം എന്നതാണ് ലക്ഷ്യം, കല്യാണത്തിന്റെ ലക്ഷ്യമെങ്കിൽ ലം യസിദ്ഹില്ലാഹു ഇല്ലാ ഫഖറാ, ദാരിദ്ര്യമല്ലാതെ അല്ലാഹു അയാൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. സ്ത്രീധനത്തിന്റെ പൈസയൊക്കെ തീർന്നു, കച്ചവടം കണ്ട് പൊളിഞ്ഞു അല്ലെ, അങ്ങനെ വരുള്ളൂ എന്നാ ആലോചിച്ചു നോക്കി. മൻ തസവ്വജഹാ ലിഹുസ്നിഹാ, അവളുടെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടാണ് കല്യാണം കഴിച്ചതെങ്കിൽ ലം യസിദ്ഹില്ലാഹു ഇല്ലാ ദനാഅ, ഏറ്റവും പ്രയാസമുള്ള അനുഭവമല്ലാതെ അല്ലാഹു അയാൾക്ക് നൽകില്ല. വേറെ ഹദീസിലുണ്ട് ലഅല്ല ജമാലഹാ യുത്ഗീഹാ, പെണ്ണിന് കുറച്ച് മുഖസൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൾക്ക് തോന്നും ഞാൻ തരക്കേടില്ലല്ലോ, അത് കാരണം അപകടങ്ങൾ ഒരു പിടി പിന്നാലെ വരും. അതാ ആകെ നോക്കിയത് ചുരുക്കാണ്. ചെറുപ്പക്കാർ നാട്ടിൽ ചെന്നാൽ ബൈക്ക് എടുത്ത് ഇറങ്ങി ഓടുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാർ. നമ്മോട് തന്നെയാണ് ഇത് പറയേണ്ടത്. ബൈക്ക് എടുത്തിട്ട് ഇറങ്ങുകയാണ്, ബൈക്കോ കാറോ എന്തെങ്കിലും. എത്ര കണ്ടു? ഇന്ന് 4, നാളെ 5 അപ്പോയിന്റ്മെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അവൻ ആകെ 20 ദിവസത്തെ ലീവാണ്, അതിൽ 19 ദിവസവും കാണാൻ നടക്കുകയാണ്. പടച്ചോനെ, ലീവ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നാളത്തെ അപ്പോയിന്റ്മെന്റ് എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റൂ, നാളെ അത് ഉറപ്പിച്ചേ പറ്റൂ. നാളത്തേത് ഉറപ്പിക്കും, ആർക്കും പറ്റാത്തതിന് അവന് പറ്റിയിട്ടാണ് ഉറപ്പിച്ചു പോരും. ഇത് അല്ലാഹു തആല ചെയ്യാണ്, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇത് ചെയ്യാൻ പാടുണ്ടോ? ആരെയാണ് കാണേണ്ടത്, ആരെയാണ് കാണാൻ പറ്റാത്തത്? എന്താണ് ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കാണാൻ പോവുക? അതിനൊക്കെ ശറഇന്റെ വിധികളില്ലേ? ആകെ ഭംഗിയെ നോക്കിയിട്ടുള്ളൂ. ലം യസിദ്ഹില്ലാഹു ഇല്ലാ ദനാഅ. ഇനി നോക്കേണ്ടത് മുഅ്മിനായ മനുഷ്യൻ നോക്കേണ്ടതൊന്നുമല്ല. വമൻ തസവ്വജ ഇംറഅ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ലം യസിദ് ബിഹാ ഇല്ലാ അൻ യഗുള്ള ബസറ, അല്ലാഹുവേ ഹറാമിലേക്ക് നോക്കാതെ എന്നെ കണ്ണിനെ ഒന്ന് ചിമ്മിപ്പിക്കണം, ഹറാമിലേക്ക് നോക്കാതെ കണ്ണിനെ ചിമ്മിപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. വയുഹ്സിന ഫർജ, തന്റെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം, അതിന് അല്ലാഹുവേ എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെയെങ്കിൽ ഔ യസ്വില റഹിമ, കുടുംബ ബന്ധം ചേർക്കണം, ഒരു പുതിയ ബന്ധമാവുകയല്ലേ. അവളുടെ ഉമ്മ എന്റെ ഉമ്മയാവുകയാണ്, അവരുടെ വാപ്പ എന്റെ വാപ്പയാണ്, ആൻഡ് വൈസ് വേഴ്സ. അല്ലാഹുവേ, ഈ കുടുംബ ബന്ധത്തിന് കൂലിയുണ്ടല്ലോ, എന്റെ കണ്ണ് ചിമ്മിപ്പിക്കണം, എന്റെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം. ഇതിനു വേണ്ടിയാണ് നിക്കാഹ് ചെയ്തതെങ്കിൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീഹി, ഭർത്താവ് ഈ നിയ്യത്ത് വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ ബറക്കത്തുണ്ട്, ഭർത്താവിൽ ഭാര്യയ്ക്കും അല്ലാഹു ഭാര്യയിലും ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പവിത്രമാണ് വിവാഹം, പവിത്രമാണ്. അതുകൊണ്ടാണ് ഭാര്യയെ സമീപിക്കുന്ന വിവാഹിതനായ ഭർത്താവ് തന്റെ ഭാര്യയെ ശാരീരികമായ ബന്ധപ്പെടലിന് ഒരുങ്ങുന്ന നേരം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതിയ അഹദകു ഖാൽ ബിസ്മില്ലാഹ്, അവിടെയും ബിസ്മില്ല. എന്തേ? അല്ലാഹു തആല കൂലി തരുന്ന ഹറാമിനല്ല ഈ ഉപയോഗിക്കുന്നത്, ഹലാലിലാണ്. തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംസർഗത്തിൽ ഒരു പിശാച് വരരുത്, ഞങ്ങൾക്ക് ജനിക്കുന്ന മക്കളിലും പിശാച് വരരുത് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടക്കാവൂ. അങ്ങനെ അവർക്ക് മക്കൾ ജനിക്കുകയാണെങ്കിൽ ആ മക്കളെ പിശാച് തൊടുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പവിത്രമാണ്. ഇത് മൃഗങ്ങളെപ്പോലെ വൈകാരികത നിർവഹിക്കാനുള്ള പണിയല്ല. നിക്കാഹ് സുന്നത്തി, എന്റെ സുന്നത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമോ, അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഇന്നർ റജുല ഇദാ നളറ ഇല ഇംറഅതിഹി, ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയും വനളറത ഇലൈഹി, അവൾ ഭർത്താവിലേക്കും നോക്കി. അല്ലാഹു തആല രണ്ടുപേരിലേക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും നോക്കിയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ അങ്ങനെയൊക്കെ വീഡിയോ കോളുകളിലൊക്കെ നോക്കിയിട്ട് ആ നോക്കലിനും കൂലി തരും അല്ലാഹു. സ്വന്തം ഭാര്യയെ നീ കണ്ടോ? നീ കണ്ടവനെ വിളിക്കുന്നതല്ലേ അല്ലാഹു ഹറാമാക്കിയത്. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്. അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം ആ നോട്ടത്തിലേക്ക് തരും. അപ്പൊ അങ്ങനത്തെ മൊബൈലൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഈ കൂലി കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചോ? അപ്പൊ അതിന്റെ കൂലി തരും അല്ലാഹു തആല. അപ്പൊ ആ പൈസ ചെലവാക്കിയത് മുതലായി.
അവരുടെ കൈ ഭർത്താവ് പിടിച്ചാൽ അവരുടെ വിരലുകൾ പിടിക്കുന്നതോടുകൂടെ അവരുടെ തെറ്റുകൾ അല്ലാഹു തആല അടർത്തി താഴെ വീഴ്ത്തും. കൈ പിടിക്കുന്നതോടുകൂടെ കണ്ടപ്പോൾ റഹ്മത്തിന്റെ നോട്ടം, കൈപിടിച്ചപ്പോൾ പാപങ്ങൾ കൊഴിഞ്ഞു പോകൽ. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന കൂലിയല്ലേ? എത്ര കൂലി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ? നമ്മൾ ഹദീസ് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ എന്തൊരു സന്തോഷമാണ്, അവിടെ എന്ത് പ്രശ്നമാണ്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹദീസ്, ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനോട് ഒരാള് തന്റെ കുഞ്ഞിനെ ഹിഫ്ദിനെ പഠിപ്പിക്കാൻ വേണ്ടി ചേർത്താൻ വേണ്ടി ചോദിച്ചതാ, അല്ല ഉസ്താദ്, എത്ര വയസ്സിലാണ് ഇപ്പൊ ഹിഫ്ദിനൊക്കെ ചേർത്തേണ്ടത്? എത്ര വയസ്സിലാണ് ഞാൻ ഹിഫ്ദ് കോളേജിൽ ചേർക്കേണ്ടത് കുട്ടിയെ? കുട്ടിക്ക് എത്ര വയസ്സായി ചോദിച്ചു. കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സായി. അല്ലാഹ്, സമയം കഴിഞ്ഞല്ലോ. സമയം കഴിഞ്ഞോ? സമയം കഴിഞ്ഞു. ഇത് നിങ്ങൾ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. കുട്ടികളെ എത്ര സമയത്ത് ചേർത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ വിചാരിച്ചാലേ ഈ കുട്ടി ഹാഫിളാവും, അല്ലേ? കുട്ടിന്റെ ഉമ്മ ഇതൊക്കെ താല്പര്യമുള്ള ഉമ്മയാവണം. അങ്ങനത്തെ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണം, സമയം അപ്പോഴാണ്. ഏതായാലും പറഞ്ഞുതരാന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഉപദേശം കൊടുത്തു കേട്ടോ. പക്ഷെ വലിയൊരു മെസ്സേജ് കൈമാറി. സ്വാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്, അല്ലേ? 4 സന്തോഷം അല്ലാഹു മുഅ്മിനായ മനുഷ്യന് വെച്ചിട്ടുണ്ട് ദുനിയാവിൽ. 4 മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. 1 അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്. വൽ മസ്കനുൽ വാസി, വിശാലതയുള്ള വീട്. വിശാലത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്നത്തെ 3000, 4000, 10,000 സ്ക്വയർ ഫീറ്റ് അല്ല ഈ പറയുന്നത്. അന്നത്തെ സ്വഹാബത്തിന്റെ വീട് തല വെച്ചാൽ കാല് പുറത്തായിരുന്നു, കാലുള്ളിലാക്കിയാൽ തല പുറത്തായുമായിരുന്നു. അൽ മൻസിലുൽ വാസി, വിശാലതയുള്ള വീട്. വൽ ജാറു സ്വാലിഹ്, നല്ല സ്വാലിഹായ അയൽവാസി. ആകെ പ്രശ്നങ്ങൾ ഒളിച്ചോടല ആരപ്പാ? അയൽവാസിന്റെ. അൽ ജാറു സ്വാലിഹ്, അയൽപക്കത്ത് താമസിക്കാൻ സ്വാലിഹായ ഒരു മനുഷ്യനെ കിട്ടിയാൽ. വൽ മർകബുൽ ഹനീ, നല്ല ആശ്വാസം തരുന്ന വാഹനം. ആശ്വാസം തരുന്ന വാഹനം, വിശാലതയുള്ള വീട്, നല്ലൊരു അയൽവാസി ആ പൊരന്റെ അടുത്തുണ്ട്. സ്വന്തം പൊരക്ക് നല്ലൊരു ഭാര്യയും ഉണ്ടെങ്കിൽ വലിയ സൗഭാഗ്യം ആ മുഅ്മിനായ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹു അനുവദിച്ച ഹലാലുകളാണ്. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ഒരു ആയത്തുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ. മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞതാ. സ്വർണ്ണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടി വെച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു തആല ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, നരകത്തിന്റെ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ, നബിയെ സ്വർണം വെള്ളിയും പറ്റൂല എന്നപ്പോ മനസ്സിലായത്, ഇനി ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയ വേറെ വല്ല മുതലുമുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ലിസാനുൽ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്, വഖൽബുൻ ഷാകിർ, ശുക്ർ ചെയ്യുന്ന ഹൃദയം, വസൗജത്തുൻ മുഅ്മിന തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഈമാനിനെ തന്നെ സഹായിക്കുന്ന മുഅ്മിനത്തായ പെണ്ണ് ഇതുണ്ടെങ്കിൽ യാ അല്ലാഹ്, ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാധ്യതകൾ പറയുകയാണ്. ബാധ്യതകൾ പറയുമ്പോൾ ആണുങ്ങളുടെ ബാധ്യതകളും പെണ്ണുങ്ങളുടെ ബാധ്യതകളും പറയണം. ഇന്ന് രാവിലെ എന്റെ ഉമ്മാക്ക് ഫോൺ ചെയ്തു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഫാമിലി വിഷയങ്ങളൊക്കെ. ഉമ്മ പറഞ്ഞു, മോനെ, എല്ലാ ഉസ്താദുമാരും പെണ്ണുങ്ങളുടെ ബാധ്യത മാത്രമേ പറയുള്ളൂ കേട്ടോ, മോൻ ആണുങ്ങളതും കൂടെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിത് ഇന്ന് പരിപാടിയിൽ പറയും കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞ് പെണ്ണുങ്ങളെങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ആണുങ്ങൾ ഇങ്ങനെ സുഖിച്ച് നടക്കുക, അവർക്ക് ബാധ്യത ഒന്നുമില്ല, ഈ ബാധ്യത ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് മോന് 2 കൂട്ടരെ ബാധ്യത പറയണം കേട്ടോ, പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 കൂടെ പറയണം. നമുക്കും ബാധ്യത ഉണ്ട്, പെണ്ണുങ്ങൾക്കും ബാധ്യത. പക്ഷെ പെണ്ണുങ്ങളുടെ ബാധ്യത കൂടുതലാണ്. പെണ്ണുങ്ങൾക്കുള്ള ബാധ്യത കൂടുതലാണ്. അതിന് കാരണങ്ങളുണ്ട്. അവർ ജോലിക്ക് പോകാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. അവര് ജോലിക്ക് പോകാൻ അല്ലാഹു, ഇമാമുന അലി റളിയല്ലാഹു അൻഹുവിന്റെ അവരെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിവായത്തുണ്ട്. ബഹുമാനപ്പെട്ടവർ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞതാണ്, വശാറഖ റജുല ഇംറഅതുഹു ഫീ ത്വലബിദ് ദുനിയ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൂടെ ജോലിക്ക് നിർത്തുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മസീഹുദ് ദജ്ജാൽ വരുന്ന കാലമാണെന്ന് ഇമാമുന അലി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, എന്താ അർത്ഥം? നീയും കൂടെ പോയിക്ക് പൈസ ഏതായാലും ആവില്ല, ഒരു അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ ഓക്കെ.
അത്യാവശ്യം ജീവിച്ചു പോകാനും വാടക കൊടുക്കാനും ഭർത്താവിന് കഴിയുന്നുണ്ട്. എന്നാ പിന്നെ പെണ്ണിനെ ജോലിക്ക് പറഞ്ഞയക്കും. നിർബന്ധിക്കാൻ ഒരിക്കലും പാടില്ല. ഒരു പെണ്ണ് ഭർത്താവിനെ സഹായിക്കാൻ ഒരുക്കമാണ്. ആണുങ്ങളുമായി മിക്സിംഗ് വരാത്ത, ഹറാമിന്റെ അവസരങ്ങളില്ലാത്ത ഒരു ജോലി അവൾക്ക് കിട്ടുകയും ചെയ്താൽ അവൾ പൊയ്ക്കോട്ടെ. എന്നാൽ പോലും അത് അവളുടെ ബാധ്യതയല്ല. ഭർത്താവ് ജോലിക്ക് പോയേ പറ്റും. ഭാര്യ പറഞ്ഞിട്ട് ഭർത്താവ് വിട്ട് കൈയും കെട്ടിയിരിക്കുകയാണ്, ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു. ചെലവ് കൊടുക്കേണ്ടത് ഭർത്താവാണ്. അതുകൊണ്ട് അല്ലാഹു ഭർത്താവിന് ഭാര്യയുടെ മേൽ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു 7 എണ്ണമാണ് ഇവിടെ ചുരുക്കി പറയുന്നത് ബാക്കി വിഷയത്തിന്റെ മുമ്പ്. ഒന്ന്, ജീവിതം ഒരുമിച്ച് പോകണം. എത്രയോ നിക്കാഹുകൾ നടക്കുന്നുണ്ട് ലോകത്ത്, എത്രയോ കല്യാണങ്ങൾ, തൊലാഖുകൾ എത്രയോ നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? നിസ്സാര പ്രശ്നങ്ങൾക്ക് തൊലാഖുകൾ. ഒരു മാസം ഒരാഴ്ച നിൽക്കുമ്പോഴേക്കും തൊലാഖാണ്. രണ്ടു കൂട്ടർക്കും അറിയില്ല എന്താണ് ജീവിതം. ആകെ കണ്ടത് കുറച്ച് സിനിമകളാണ്, കുറച്ച് സീരിയലുകളുമാണ്. ഇതല്ലാതെ പെണ്ണിനൊരു ഇൽമും കിട്ടിയിട്ടില്ല. അതിന്റെ സാഹചര്യങ്ങൾ ഉമ്മയും വാപ്പയും വീട്ടിൽ തയ്യാറാക്കി കൊടുത്തു. മക്കൾ കാണുന്ന ഇതാണ് അല്ലേ? എന്താണ് നമ്മുടെ നാട്ടിന്റെ ഒക്കെ അവസ്ഥ? മക്കൾക്ക് നല്ലത് കേൾക്കാൻ അവസരങ്ങളുണ്ടോ? ഇല്ലല്ലോ. എന്താ ഈ തൊലാഖ് നടക്കുമ്പോ ആരും വിളിച്ച് ചോറ് കൊടുക്കൂല. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല പരസ്യമായിട്ട്. കല്യാണത്തിന് ആളെ വിളിക്കുള്ളൂ. എന്താ പ്രശ്നങ്ങൾ? നിസ്സാര വിഷയങ്ങൾക്ക്, വളരെ നിസ്സാരം. അവർക്ക് സഹകരിച്ചു പോവാൻ പറ്റണില്ല. പിന്നെ തീരെ സാംസ്കാരിക മൂല്യങ്ങളൊന്നുമില്ലാത്ത പെണ്ണ് പച്ചയിൽ പറയും, എനിക്ക് വേറെ ഒരാളുടെ ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് നരകത്തേക്ക് പോകാൻ ഞാൻ ഒരുക്കാണ്, എന്നെ വിട്ടു തന്നളി. നിങ്ങൾ പറഞ്ഞ ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് എന്നെ തൊലാഖ് ചൊല്ലണം എന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ നരകത്തിലേക്കുള്ള വഴിയാണ് അവൾ തുറന്നു വെച്ചതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണമില്ലാതെ എന്തിനാണ് ഇതൊക്കെ? റൊമാൻസുകളാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന സാംസ്കാരിക നായകന്മാർ എഴുതിവിടുന്ന എഴുത്തുകൾ, അവരുടെ നോവലുകൾ, അവരുടെ ഫിക്ഷനുകൾ, അവരുടെ സിനിമകൾ, അവരുടെ ഈ സീരിയലുകൾ, അവരുടെ പ്രോഗ്രാമുകൾ, എന്താ അതിന്റെ ആകത്തുക? എന്താണ് ഈ ആകത്തുക? ജാതിയും മതവും നോക്കാതെ നീ സ്നേഹിച്ചോ. മുഅ്മിനെ പച്ച കാഫറുകളാണ് ഈ ചെയ്തു വെക്കുന്നത്. അവരുടെ ചിന്തകളാണ്. അവരാണ് ഈ സംവിധായകന്മാർ, അവരാണ് ഇതിന്റെ പ്രൊഡ്യൂസർമാർ, അവരാണ് ഈ പണിക്കൊരുങ്ങുന്നത്. അവർ പറയുന്നു സ്നേഹിക്കുന്നവർക്ക് ജാതി മതമൊന്നുമില്ല. ഇതെവിടുത്തെ നിയമമാണ്. കണ്ടവന്റെ കൂടെ ഒളിച്ചോട് പോകുന്നത് ഹീറോയിസമാണ് അല്ലേ? ക്യാമ്പസുകളിൽ സ്വസ്ഥമായ അച്ചടക്കത്തിൽ പഠിക്കുന്ന മക്കളെ ചെന്നിട്ട് നിങ്ങൾക്കൊന്നും ബോയ് ഫ്രണ്ട്സുകളും ഗേൾ ഫ്രണ്ട്സുകളും ഇല്ലേ എന്ന് ചോദിച്ച് ഹിജാബിലും അച്ചടക്കത്തിലും കഴിയുന്ന കൊച്ചു മക്കളെ, നമ്മുടെ സഹോദരിമാരെ, അവരുടെ മനസ്സുകൾക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന മൈക്കുകളുമായി ഇറങ്ങിത്തിരിക്കുന്ന ക്യാമ്പസ് പ്രവർത്തകന്മാർ. ഇതല്ലേ നമ്മുടെ മക്കൾ കാണുന്നത്? കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്നത് ഹീറോയിസം. കാരണം സിനിമയിൽ നായകൻ ചെയ്യുന്ന പണി അത്. മുഅ്മിനീങ്ങളാണോ ഇതിന്റെ ആളുകൾ? നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടാനും നമ്മുടെ മക്കളിൽ തോന്നിവാസങ്ങൾ വളരാനും ഇത് കാരണമായിട്ടില്ലേ മുഅ്മിനീങ്ങളെ? നിങ്ങൾ പറയൂ, കാരണമായിട്ടില്ലേ? ഇതല്ലാതെ വേറെ എന്താ ഇത്തരം അരാജകത്വങ്ങൾ നാട്ടിൽ ഉണ്ടാക്കി വെച്ചത്? വേറെ ആരാണ് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത്? കണ്ടവന്റെ കൂടെ ഇറങ്ങിക്കോ, ഡ്രൈവറുടെയും അശാരുടെയും കൂടെ നീ ഇറങ്ങിപ്പോയിക്കോ, ജാതി ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇതാണോ അല്ലാഹു തആല? നാളെ നിനക്ക് ഖബർ വേണ്ടേ? നിന്നെ കണ്ണു ചുമ്മി മൂക്കിൽ പഞ്ഞു വെച്ച് നിന്നെ പൊതിഞ്ഞ് ഖബറിന്റെ ആഴത്തിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ വരുന്ന നേരത്ത് ഉത്തരം പറയേണ്ട പെണ്ണല്ലേ മോളെ നീ ആലോചിക്കണ്ടേ? ഈ ജീവിതം കഴിഞ്ഞ് എനിക്ക് ആഖിറത്തിലേക്ക് പോകേണ്ടവളാണെന്ന് ചിന്തിച്ചോ? ആണുങ്ങൾ ചിന്തിച്ചോ? നമ്മുടെ പയ്യൻ